wrote letters to the Prime Minister. We protested outside Parliament. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. And we tried to do whatever we could do to help you, നിങ്ങളെ to support you to rebuild your lives. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. And I'm proud to say that our efforts also were across party lines. ഞാൻ All അഭിമാനത്തോടെ different political parties did try to help and support you through this period. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തെ നേരിടുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. And as your struggle continues, we will continue to stand by you and support you. നിങ്ങളുടെ ഈ ദുരിതം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളോടൊപ്പം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് ഉറപ്പു തരുന്നു. In September, when I was here, I met a group of shop owners who had been affected by the tragedy, and they told me how their businesses had been wiped out. ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള കുറേയധികം വ്യാപാരികളെ കണ്ടിരുന്നു. എങ്ങനെയാണ് അവരുടെ കച്ചവടം മുഴുവൻ ഈ ദുരന്തത്തിൽ ഇല്ലാതെയായി പോയത് എന്ന് അവരോട് പറഞ്ഞു. We thought that we will try to collect some funds to be able to help them to rebuild their businesses. These were especially small businesses and small shop owners, and I'm happy to say that today we will be giving them a small amount each so that they can start anew. ഞങ്ങൾ അവരെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ തുക അവർക്ക് അവരുടെ ആ കച്ചവടങ്ങൾ, ആ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ കച്ചവട സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. Shortly after the tragedy, my brother had come here and said that we will build 100 houses for those who have lost their homes. ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 100 വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിരുന്നു. As your sister, it pained me that this process took as long as it did. ഈ നിങ്ങളുടെ ഒരു അനിയത്തി എന്ന നിലയ്ക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പ്രക്രിയ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയത്ത് ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. It took us time because of a lot of clearances we needed, because of land issues and permissions. But finally, I'm happy to say that today we will be able to make a start on building those houses. അതിന് ഒട്ടേറെ സമയമെടുത്തു. കാരണം ഒട്ടേറെ പേപ്പറുകൾ, അതിനകത്ത് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു, കുറേയധികം അനുമതികൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് സമയമെടുത്തുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആ വീടുകളുടെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുകയാണ്. It is our objective to provide a 1100 square foot house along with 8 cents of land to each beneficiary. ഓരോ ഗുണഭോക്താവിനും, ഓരോ വ്യക്തിക്കും 8 സെന്റ് സ്ഥലത്ത് ഏകദേശം 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമുക്ക് നൽകാൻ കഴിയുന്നു. We have acquired the land for this at Kunnambatta of Mepadi Panchayat and executed the sale deed. ഇവിടെ നമുക്ക് അതിനുള്ള സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. 3 acres and 24.5 cents has been acquired. 2 acres and 18 cents is in the process of being purchased and will also be completed. 3 ഏക്കർ 24 സെന്റ് നമ്മൾ ഇപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞു. ഇനി 2 ഏക്കർ 18 സെന്റ് കൂടി നമുക്ക് മേടിക്കുന്നതിനുണ്ട്. അത് ഇതോടൊപ്പം തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. And the negotiations are over for another 5 acres. So hopefully very soon we will be able to give you the completed houses. 5 ഏക്കറിന് കൂടി വേണ്ടിയുള്ള ആശയവിനിമയങ്ങൾ, സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. And I dedicate today, this first day of this project, being on the ground and beginning to sort of take off, to all those who lost their lives, to all your beloved family members. And I hope that this support that we'll be able to give you will give them peace wherever they are and will give you the opportunity to rebuild your lives again. ഇന്ന് ഈ ഉദ്യമം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ, ജീവൻ നഷ്ടപ്പെട്ടവരെ ഞാനിവിടെ നിന്ന് ഓർക്കുകയാണ്.
അത് തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന് ശാന്തി നൽകും. നിങ്ങളുടെ ഉറ്റവർക്ക് അതൊരു കിടപ്പാടം ഉണ്ടാവുന്നു എന്നുള്ളത് അവരുടെ ആത്മാവിന് സമാധാനം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You are truly family to Rahul ji and to me and to our whole family, and we will continue to stand by you, stand with you and struggle with you and support you as you this entire process of rebuilding your lives is completed. നിങ്ങൾ എനിക്കും എൻ്റെ സഹോദരനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ വിഷമഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ ദുരിതത്തിൽ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പങ്കാളിയായി നിങ്ങൾക്കുള്ള പിന്തുണയും നിങ്ങൾക്ക് വേണ്ട സഹായവും അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. Thank you very much. നന്ദി.